കെ ഐയുടെ രക്ഷാധികാരികൾക്കും എല്ലാ ഭാരവാഹികൾക്കും എല്ലാ മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം. ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ അസോസിയേഷന്റെ മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്. ഈ കോവിഡിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ശ്രമിക്കുന്നത് കോവിഡിന്റെ സിറ്റുവേഷൻ എങ്ങനെ OH ഇൻഡസ്ട്രിയെ, കേരള OHന്റെ ബിസിനസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു താരതമ്യ പഠനവും നമ്മുടെ അഡ്വക്കേറ്റ് വാമനകുമാർ പറഞ്ഞു നിർത്തിയ സ്ഥലം മുതൽ ആ ലാസ്റ്റ് 2 സ്ലൈഡ് മുതൽ നമ്മുടെ സർവൈവൽ കിറ്റും ആണ് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് കേരള OHന്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ബിഫോർ കോവിഡ് നമ്മളെല്ലാവരും 100% ഓക്യുപ്പൻസി എൻജോയ് ചെയ്ത് വളരെ ഐശ്വര്യമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും വളരെ താല്പര്യമായിട്ട് വളരെ സന്തോഷത്തോടെയും അതൊരു ജീവിതത്തിന്റെ ഉപാധിയായിട്ട് മാത്രം കണക്കാക്കിക്കൊണ്ടും അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 100% ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു ഞാൻ അസ്യൂം ചെയ്യുകയാണ്. കുറേയൊക്കെ വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ പക്ഷെ അതൊരു 100% എന്നുള്ള ഒരു സക്സസ് ആക്കി വെച്ചുകൊണ്ട് മാത്രമാണ്, ഇതൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്നത്തെ സിറ്റുവേഷൻ ഞാൻ അതിനെ 100% വേക്കന്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിലവിലുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അടുത്തൊരു കണ്ടീഷൻ പോകുന്നത്, നമ്മുടെ കോവിഡിന് മുന്നേ ഒരു ക്ലസ്റ്റർ ഓഫ് അഡ്വർടൈസ്മെന്റ് എന്നായിരുന്നു കാണുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹോർഡിങ്ങിന്റെ ഒരു വലിയ ഒരു നുഴഞ്ഞു കയറ്റം, അല്ലെങ്കിൽ എല്ലാവരും ഹോർഡിങ് വെക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ ആ മനഃപൂർവ്വമായിട്ടാണ് ക്ലസ്റ്റർ ഓഫ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് മറവാക്കിയിരിക്കുന്നത്. ആ അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് എല്ലാ ക്ലയന്റുകളും അഡ്വർടൈസ് ചെയ്താലും അതിനകത്തുനിന്ന് ഒരു സർട്ടൻ പെർസെന്റേജ് ഏതെങ്കിലുമൊക്കെ ഹോർഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ടാണ് ആ ക്ലസ്റ്റർ ഓഫ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് മറച്ചിരിക്കുന്നത്. ഇന്നിപ്പോ കാണുന്നത്, ആഫ്റ്റർ കോവിഡ് കാണുന്നത് ക്ലസ്റ്റർ ഓഫ് വേക്കന്റ് ബോർഡ്സ് ആണ്. ഇതാണ് നമ്മൾ ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഓക്യുപ്പൻസി ലെവൽ? നമുക്ക് കറണ്ട് ഓക്യുപ്പൻസി നമ്മൾ 100% വേക്കന്റ് ആണെന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസ് മാറി വരികയാണെങ്കിൽ 20% ഓക്യുപ്പൻസിയിലെങ്ങാനും ചിലപ്പം വരുമായിരിക്കാം. കുറേയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം 10% ആയിരിക്കാം, ചിലപ്പം 20 ആയിരിക്കാം. ഇതാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് ഒരു എൻഡ് ഓഫ് മാർച്ച് 2021 ആവാൻ നേരത്ത് ഒരു 30% ഓക്യുപ്പൻസി കൂടുതൽ വരുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഡ്യൂറിങ് മാർച്ച് 40% ഓക്യുപ്പൻസിയാണ് മാക്സിമം നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഫാക്ടേഴ്സ് അതിന് ആപ്ലിക്കബിൾ ആണ്. അത് ഞാൻ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന ഈ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ, ബിഫോർ കോവിഡിൽ നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, മീഡിയ അവൈലബിൾ ഉണ്ടായിരുന്നു. അവിടെ മീഡിയ അറ്റ് ദ ടൈം ഓഫ് ലഞ്ച്. കാര്യം എന്താ പറ്റുമെന്ന് വെച്ചാൽ പൈസ ഉണ്ട്, നല്ല ഹോർഡിങ് കിട്ടത്തില്ലായിരുന്നു. പല ആൾക്കാരും ഉപയോഗിച്ചിരുന്നു, ബുക്കിംഗ് ഫ്രീ ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ അങ്ങനല്ല, ആരുടെയും ലിമിറ്റഡ് ബഡ്ജറ്റ് ഇനി വരുന്നുള്ളൂ. ആഫ്റ്റർ മാർച്ച് 2021 ലിമിറ്റഡ് ബഡ്ജറ്റേ കാണുള്ളൂ. മോർ മീഡിയ അവൈലബിലിറ്റി ഉണ്ട്, ഒരുപാട് സൈറ്റുകൾ വേക്കന്റ് ഉണ്ട്. ഇനി ബിഫോർ കോവിഡ് ഫോഴ്സ്ഡ് ടു സെലക്ട് എനി ലൊക്കേഷൻ ആൻഡ് അവൈലബിലിറ്റി. നമ്മൾ ഏത് ക്ലയന്റ് വന്നാലും ആ ക്ലയന്റ് അവൈലബിൾ ആയിട്ടുള്ള സൈസും അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷനും സെലക്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി നേരത്തെ വിശേഷം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതെല്ലാം അവിടെ നിന്ന് മാറിയിട്ട് സെലക്ട് ഓൺലി പ്രൈം ലൊക്കേഷൻ ആൻഡ് യൂണിഫോം സൈസ്. ഇനി വരുന്ന ക്ലയന്റുകൾക്ക് ഇഷ്ടംപോലെ സൈറ്റ് ഉണ്ട്, അവര് യൂണിഫോം സൈസ് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല സൈറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. പണ്ട് വെരി ഹൈ കോസ്റ്റ് നമ്മൾ മേടിക്കുമായിരുന്നു, പ്രീമിയം മേടിക്കുമായിരുന്നു. ഏതെങ്കിലും നല്ല ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിലും ആരെങ്കിലും ഒരു ക്ലയന്റിന് വളരെ അത്യാവശ്യമാണെങ്കിൽ നമ്മളെ പോലുള്ള എല്ലാവരും തന്നെ പ്രീമിയം മേടിച്ച് ജീവിച്ചവരാ. ഇപ്പൊ അങ്ങനല്ല, വെരി ലോ കോസ്റ്റ് പെർ സ്ക്വയർ ഫീറ്റ് ആൻഡ് ആസ്ക് ഫോർ മോർ ഡിസ്കൗണ്ട് ആൻഡ് FOC. ഇനി വരാൻ പോണത് അവർ ഡിസ്കൗണ്ട് കൂടുതൽ ചോദിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് ചോദിക്കും. ഇനി നേരത്തെ പ്രോംപ്റ്റ് പേയ്മെന്റ്സ് ആൻഡ് ഇനഫ് മാർജിൻസ്, നമ്മളെല്ലാവരും നല്ല മാർജിനൊക്കെ എൻജോയ് ചെയ്ത് നല്ലോണം പേയ്മെന്റും ഒക്കെ മേടിച്ച്, ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ഓടിച്ചിട്ട് മേടിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കുറെയൊക്കെ പക്ഷേ ഏജൻസീസ് ആയാലും ശരി, ക്ലയന്റ് ആയാലും ശരി, പേയ്മെന്റ് തരാത്ത സിറ്റുവേഷനും ഉണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. ദെൻ ഡിലേഡ് പേയ്മെന്റ് ഓഫ് ബിൽസ് ആൻഡ് നോ മാർജിൻസ്. ഇനി വരാൻ പോകുന്നത്, ആ ക്ലയന്റ് ചിലപ്പം പരസ്യം ചെയ്യും, പക്ഷെ അവന് എത്രത്തോളം ആണോ ഒട്ടകണം മാവി എറിയുന്നതൊക്കെ എറിയാണ്,
ബിസിനസ് നടന്നാൽ പൈസ കിട്ടും, ചിലപ്പോൾ അത് കിട്ടാതെയും വരാം. ഇതാണ് ഒരു താരതമ്യ പഠനം. ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിൽ വെക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഈ ക്യാമ്പയിൻ അല്ല ഈ പ്രസന്റേഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ബാധിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്. എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഇതുപോലൊരു പാൻഡമിക് ആയിട്ടുള്ള പോലുള്ള ഒരു അവിശ്വസനീയമായ അവസരങ്ങൾ വരുമ്പോൾ അത് വളർന്നു വരത്തേ ഉള്ളൂ. കൂടാതെ പരസ്യ വ്യവസായത്തിന് മാധ്യമം എങ്ങനെ കാണാമെന്നും ഏറ്റെടുക്കാമെന്നും നമ്മൾ വിലയിരുത്തേണ്ട അവസരം വന്നു കയറുകയാണ്. അതുപോലെ തന്നെ പാൻഡമിക് മൂലം വിപണിയിലെ അനിശ്ചിതത്വം ദുർബലപ്പെടുത്തുന്ന സാമ്പത്തിക പ്രതിസന്ധിയും OH പരസ്യ വ്യവസായത്തിന്റെ കണക്കുകളും ഭാവിയും സങ്കീർണമാക്കുവിനി. നമ്മൾ എന്നിരുന്നാലും അഭൂതപൂർവമായ സമയങ്ങൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ്സ് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചെടുക്കുള്ളൂ. അതിനു വേണ്ടിയുള്ള നടപടികൾ വാസ്തവത്തിൽ OH പരസ്യ വ്യവസായികൾ എടുത്തേ പറ്റത്തുള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡേറ്റ അനലൈസോ അങ്ങനെയുള്ള പല മാറ്റങ്ങൾ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇതൊരു മാധ്യമം എന്ന നിലയിൽ കൂടുതൽ ശക്തവും ദീർഘകാല അടിസ്ഥാനത്തിൽ വിപണനക്കാർക്ക് വേണ്ടുന്ന മൂല്യവർദ്ധനയോ പല രീതിയിലുള്ള അത് ഫലപ്രദമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ട് കാര്യങ്ങൾ വേണ്ടത്, വ്യവസായത്തിന് മികച്ച അവസരം, വിപണനക്കാർക്ക് ചെലവ് കുറഞ്ഞ ഇംപ്രഷൻ അധിഷ്ഠിത പരിഹാരങ്ങൾ നൽകണം. എന്നാൽ മാത്രമേ നമുക്ക് സമീപകാലത്ത് സ്വീകരിച്ചുള്ള വളരെ പ്രയാസങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഒരു 2 വർഷമെങ്കിലും നീട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ 2 വർഷമെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് ചെയ്തെങ്കിലേ ഒക്കെ. ഈ പാൻഡമിക്കിന് നമുക്ക് പ്രേരിപ്പിച്ച നിയന്ത്രണങ്ങൾ, ട്രാഫിക് വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഒന്നുമില്ലാത്തൊരു ട്രാഫിക് 15 ഒരു 25% ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആൾക്കാർ റോഡിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. അത് 40% ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ആൾക്കാർ 40% പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കൺസ്യൂമർ മാറുകയാണ്, അതായത് ഉപഭോക്തൃ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പരസ്യദാതാക്കൾ വിഭവങ്ങൾ ഉയർന്നു വരുന്നു, ബ്രാൻഡുകൾ നിക്ഷേപിക്കുകയും അതിന്റെ ദീർഘകാല ഫലങ്ങൾ വീക്ഷിക്കുകയും ചെയ്യും. എന്നാൽ മുന്നോട്ട് പോകുന്ന വിപണനക്കാർ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും അവർ മുമ്പത്തേക്കാൾ കൂടുതൽ ജാഗ്രത പാലിക്കും. അതാണ് നമ്മുടെ മുന്നിൽ അഞ്ഞു വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. കൺസ്യൂമർ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ മാർക്കറ്റ് അല്ല മാറുന്നത്. മാർക്കറ്റ് അതനുസരിച്ച് മാറേണ്ട ഗതികേടിലാണ്. പരമ്പരാഗത OHന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ചതുരശ്ര ഏരിയയും സ്ക്വയർ ഫീറ്റിലൊക്കെ വെച്ചാണ് നമ്മൾ നേരത്തെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും പുതിയ മോഡലിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് നമുക്ക് വളരെ ഉചിതമായി വരേണ്ടത്. ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഡിജിറ്റൽ ആയിട്ട് മാറേണ്ട ഒരു അവസരം വരും. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അഡ്വർടൈസിന്റെ കാര്യം നോക്കാം. പരസ്യദാതാക്കൾ അവരെങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ വരാൻ പോകുന്നത്? എല്ലാ വ്യവസായങ്ങളിലും ഭൂമിശാസ്ത്രപരമായും അല്ലാതെ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും സാഹചര്യങ്ങൾക്ക് അവര് നിലനിൽപ്പിനെ സ്വയം കണ്ടെത്തേണ്ടി വരുന്ന ഒരു ചുറ്റുപാടിലാണ്. സാധാരണവും പ്രായോഗികവും അപ്രതീക്ഷിതവുമായവ അസാധാരണവും അപ്രതീക്ഷിതവും പ്രവചനാതീതവുമായ വഴികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? നമ്മൾ ഓരോ ഇടപഴകലിലൂടെ പുതിയ ചട്ടക്കൂട് മനസ്സിലാക്കുകയും പുതിയ പെരുമാറ്റങ്ങൾ പ്രദർശിപ്പിക്കുകയും പുതിയ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യേണ്ടയും ഒരാവശ്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന സത്രമായ നടപടികൾ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം നമുക്ക് കാണാൻ പോണത്. ഇനി പ്രേക്ഷക പെരുമാറ്റവും മാറുകയാണ്. ഇനി പ്രേക്ഷകർ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലയന്റ് പരസ്യം ചെയ്താൽ കാണാൻ പോകുന്ന ആൾക്കാർ, പബ്ലിക്, അവരുടെ പെരുമാറ്റ സ്വഭാവം മാറുകയാണ്. COVID-19 ശേഷം കുറച്ചു ദൂരമെങ്കിലും സഞ്ചരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുക, കുറെ കാര്യങ്ങൾ സാധിക്കുക, അത് കഴിഞ്ഞ് എങ്ങനെയും വീട്ടിലെത്തുക, കൈ കഴുകുക, സാനിറ്റൈസർ പുരട്ടുക, കുളിക്കുക. അവർക്ക് അങ്ങനെ അത്തരത്തിൽ വളരെ ചെറിയ സമയം മാത്രം മാർക്കറ്റ് ചെലവാക്കി ഭയം കൊണ്ട് ഓടി തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന ക്യാമ്പയിൻ ഉണ്ടാക്കേണ്ട ഒരു അവസരമാണ് ഓരോ പരസ്യം ചെയ്യുന്ന ആൾക്കാർക്കും വരുന്നത്. ഓരോ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയും അത്തരത്തിലുള്ള പരസ്യം, അതായത് കുറഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റിൽ വരികയും പെട്ടെന്ന് ഓടിപ്പോയി കൈകഴിയാത്ത കയറുന്ന അത്ര സമയം കൊണ്ട് നമ്മുടെ മെസ്സേജ് എങ്ങനെ ഒരു കസ്റ്റമർക്ക് എത്തിക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടി വരുന്നത്. അപ്പോൾ വരാനത്ത് സമ്പദ് വ്യവസ്ഥയുടെയും ബിസിനസിന്റെ പുനരാരംഭം, അതായത് ഈ സമ്പദ് വ്യവസ്ഥ
ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വന്നിട്ട് പറഞ്ഞു, ഭായിയോം ബഹനോം ഇന്ന് ആജ് രാത് സേ സബ് ബന്ദ്. പുള്ളി ഒരു ദിവസം പറഞ്ഞു, അന്ന് ബന്ധായി. പക്ഷേ അതൊരിക്കലും അതേപോലെ സ്വിഫ്റ്റ് ആയിട്ട് തിരിച്ചു വരില്ല. തുറക്കൽ, അടയ്ക്കൽ വളരെ എളുപ്പമായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് അടഞ്ഞു. പക്ഷെ തുറക്കൽ എന്ന് പറയുന്ന പ്രക്രിയ വിൽ ടേക്ക് ടൈം. നമ്മളെല്ലാവരും കണ്ടതാണ്. 2 മാസത്തിന് മുമ്പ് തുറക്കുമെന്ന് വിചാരിച്ചതാണ്. ഇന്നും തുറക്കുന്നില്ല, നാളെയും തുറക്കുന്നില്ല, ആർക്കും അറിയത്തില്ല. പ്രവചനാതീതമായാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമുക്കിപ്പം നമ്മക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? പിന്നെ വാങ്ങുന്ന ആളുടെ മാർക്കറ്റായി മാറുകയാണ് ബയേഴ്സ് മാർക്കറ്റ്. അപ്പോഴ് പകർച്ചവ്യാധി ക്വാറന്റൈൻ കാരണമായ ആളുകൾ വീടിൽ നിന്ന് ചെലവഴിക്കുന്ന സമയം കുറയുകയും വീടിന് പുറത്തുള്ള പരസ്യം ചെയ്യാൻ ആക്ച്വലി പുറത്തുള്ള പരസ്യമായിട്ട് വരാൻ നേരത്ത് ആൾക്കാർ പുറത്ത് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു ബിഗ് ഡ്രോപ്പ് ഔട്ടാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളെക്കാളും മറ്റു മാധ്യമങ്ങളാലും നമുക്കാണ് ഏറ്റവും കൂടുതൽ ആ ഡ്രോബാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വാങ്ങുന്ന ആളുടെ വിപണിയിലാണ്, അതായത് ബയേഴ്സ് മാർക്കറ്റിലാണ് നമ്മൾ. അവിടെ സാധനങ്ങളുടെ മിച്ചമുണ്ട്. മാർക്കറ്റിൽ സാധനങ്ങൾ ഒരുപാട് മിച്ചമായിട്ട് കിടപ്പുണ്ട്. പരസ്യദാതാക്കൾ ഒരിക്കൽ കൂടി വിപണിയിൽ നിറയാൻ തുടങ്ങുമ്പോൾ ആ പെൻഡുലം നമുക്ക് വളരെ വേഗത്തിൽ മാറിക്കിട്ടും. അത് നമ്മുടെ സൈഡിലോട്ട് ആ പെൻഡുലം ആടിത്തുടങ്ങും. അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതാണ് ഒരു ശരിയായ സമയം. ആ ഔട്ട്ഡോർ പരസ്യം ചെയ്യാൻ നഗരങ്ങളുടെ ഒരു ഭംഗിയായിരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ മാർഗമായിരുന്നു. ഇതായിരുന്നല്ലോ നമ്മളെല്ലാവരും ഇതിനു വേണ്ടി വന്നതും. നമുക്ക് വേറെ ഒരുപാട് പേർക്കും പല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഈ പരസ്യത്തിന് വേണ്ടി അവരുടെ ജീവിതം പാഴാക്കി, അതോ ജീവിതത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു വന്നു സക്സസ്ഫുൾ ആയ ഒരുപാട് പേരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും മാറിപ്പോയവരും ഉണ്ടായിരിക്കാം. നമ്മൾ ഒരു ഉപരിതല വിജയങ്ങൾ നേടേണ്ട സമയമല്ല ഇപ്പോഴും. ഡിമാൻഡുകളും ബ്രാൻഡുകളും നിർമ്മിക്കാനുള്ള സമയമാണിത്. നമ്മുടെ നേതാക്കൾ മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ നേതാക്കൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ബുദ്ധിപൂർവം ഭാവി എന്താ വരാൻ പോകുന്നുള്ള രീതിയിൽ ആ പ്രതിസന്ധിയുടെ ഈ സമയങ്ങളിൽ മുന്നോട്ട് വന്ന് താല്പര്യം കാണിച്ച് നമ്മളെല്ലാവരും താല്പര്യത്തിലും നാം പ്രവർത്തിക്കുന്നുണ്ട്. അതിലും നമുക്ക് ഒരുമിച്ച് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ താല്പര്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയുള്ളൂ. ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരാള് വീണ്ടും ചലനാത്മകമാകുന്ന ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും പരസ്യത്തിന്റെ ആവശ്യം വേണ്ടി വരും. മറ്റേത് മാധ്യമത്തെ പോലും ഔട്ട്ഡോർ ഒരു പ്ലാറ്റ്ഫോമും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് എത്ര ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു എന്ന് ഉള്ളതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് OH മീഡിയയുടെ അത്യാഹിതങ്ങളാണ്. എന്താണ് കൊറോണ വൈറസ് പ്രതിസന്ധി കൊണ്ട് ഈ അപകടത്തിൽ ഒന്നാമതായി ഏറ്റവും ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടായത് ഔട്ട്ഡോറിന് മാത്രമാണ്. എല്ലാ മീഡിയയ്ക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഔട്ട്ഡോറിനാണ്. ഔട്ട്ഡോറിന് ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് ഏത് ക്ലയന്റിനും അല്ലെങ്കിൽ ഏത് ഏജൻസിക്കും അവരെത്രത്തോളം നമ്മൾ അടുത്ത് നിന്നാലും ശരി, അവർക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ എല്ലാ ബോർഡുകളും ഇന്ന് തന്നെ എടുത്തു മാറ്റിക്കോളൂ എന്ന് ഓർഡർ കൊടുക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്. അത് നമ്മുടെ വീക്ക്നെസ് ആണോ അതോ നമ്മുടെ കൂടപ്പിറവിയാണോ അതെനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെയും മറ്റെല്ലാ ബിസിനസ്സുകളെ പോലെ തന്നെ നമ്മളെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രത്യാഘാതമാണ് നമ്മൾ നേരിടുന്നത്. അടുത്ത കുറച്ചു മാസങ്ങൾ OH കമ്മ്യൂണിറ്റി എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു അനിശ്ചിതത്വം നിൽക്കുകയാണ്. നിരവധി അനിശ്ചിതത്വം ഉണ്ട് അതിനകത്ത്. കേരള അഡ്വർടൈസിങ് ഒരു തടസ്സപ്പെടുത്തുന്നതിനും അതിന് മറികടക്കുന്നതിനും അത് നമ്മൾ പല പ്രശ്നങ്ങളും നമ്മൾ നേരത്തെ നേരിട്ടിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും മറികടക്കുന്നതിന് നമ്മൾ പല പ്രശ്നങ്ങളും ചെന്ന് ചാടിയിട്ടുണ്ട് നമ്മൾ. അതായത് പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. വെള്ളപ്പൊക്കമായാലും ശരി എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് GSTയുടെ വലിയ പ്രശ്നം ഉണ്ടായി. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് മാസങ്ങളോളോ 1, 2, 4, 5 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വളരെ ഭംഗിയായിട്ട് പൂർവാധികം ഭംഗിയായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇന്നതല്ല. ആ കുറച്ചു മാസം കൊണ്ട് തീരുമെന്ന് നമുക്കറിയില്ല. എങ്ങോട്ട് എത്ര പോകും? 4 മാസത്തിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഇവിടുത്തുള്ള ഏറ്റവും ദീർഘദർശികൾ പോലും മനസ്സിലാക്കിയിട്ടില്ല ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുമെന്നും, അല്ലെങ്കിൽ എത്ര നാളും നീണ്ടു പോകുമെന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ആരും അതിന് തയ്യാറുമായിട്ടില്ല.
കാരണം നമ്മൾ ആരും അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല. ഈ പാൻഡമിക് തീർച്ചയായും വ്യവസായത്തെ പുനർവിചിന്തനം ചെയ്യുമെന്നും നമ്മൾ സ്വീകരിച്ച എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ വീണ്ടും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും, നമ്മൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മാനദണ്ഡങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കരുത് നമ്മളെല്ലാം ചെയ്തതെല്ലാം ശരിയാണെന്നോ. അതൊക്കെ മാറാനും അത് ചോദ്യം ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇനി ലാഭവും അതിജീവനവും. എന്താണ് ഔട്ട്ഡോർ മാർക്കറ്റ് നിലച്ചിരിക്കുകയാണ്. എല്ലാ ഔട്ട്ഡോർ മാർക്കറ്റ് എന്ന് വെച്ചാൽ അത് മൊത്തമായിട്ട് നിലച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഇതിനകം തന്നെ വിറ്റുപോകാത്ത മാർക്കറ്റിൽ അധികം ഇളവ് നൽകാൻ പോലും നമ്മുടെ വിറ്റുപോകാത്ത ഹോർഡിങ്ങിന്റെ അതിന് ഇളവുകൾ കൂടുതൽ നൽകാൻ പോലും നമ്മുടെ ആൾക്കാർ അങ്ങേറ്റം തയ്യാറായിരിക്കുകയാണ്. അത്ര അപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്താ വരുന്നത്? സഹകരിക്കുക, ചെലവ് ചുരുക്കുക, സൗഹാർദ്ദപരമായ ധനസമ്പാദനം നടത്തുക, പുതിയ വരുമാന മാർഗങ്ങളും അവസരങ്ങളും പര്യവേഷണം ചെയ്യുക എന്നിവ കൂടുതൽ പ്രാധാന്യം അർഹിക്കുകയാണ്. ബ്രാൻഡുകൾക്കും മീഡിയ ഉടമകൾക്കും ഒരുപോലെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കൂടുതൽ സജീവമായ പ്രവർത്തന രീതികളും മെച്ചപ്പെട്ട പ്രശസ്തിയും ഉള്ള ഒരു അവസരമുണ്ട്. നമുക്ക് എല്ലാത്തിനും നമ്മുടെ മുമ്പിൽ അവസരം ഉണ്ട്. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ ഏകീകരിക്കണം? ഒരു ഉപജീവന മാർഗമല്ലെന്ന് വ്യവസായം കരുതുന്നതിനാൽ സമീപ ഭാവിയിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുതിയ ബ്രാൻഡ് വിഭാഗങ്ങൾ പരസ്യ ചെലവാക്കുന്ന രീതിയിലേക്ക് കയറി വരും, അത് ഉയർന്നു വരും, അവരത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി വരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രവചനമാണ്. പ്രതിസന്ധിയല്ല, പ്രവചനം. ഇപ്പോൾ നടക്കുന്ന ഈ കോവിഡ് പാൻഡമിക് നമ്മൾ പലരും നേട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. 100 വർഷമായി പോലും ആർക്കും ഇങ്ങനൊരു പ്രതിസന്ധി വന്നിട്ടില്ല. ആഗോളത്തിൽ ഒരു മഹാമാരി 100 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ആധുനിക ഈ ആഗോളവത്കൃതമായ സമ്പദ് വ്യവസ്ഥയിൽ വരും മാസങ്ങളിലും വർഷങ്ങളിലും അതിന്റെ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ വ്യക്തമായ ധാരണയുമില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇത്തരത്തിലുള്ള 100 വർഷത്തിനകത്ത് വെച്ച് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെയൊക്കെ ജീവിച്ചിരുന്ന ഈ സമയത്തിനകത്ത് വെച്ച് ഇങ്ങനെ ഒരു കാര്യം നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് ഇല്ല. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അവിടെയാണ് ഈ ബുദ്ധിമുട്ട് മൊത്തം. മുൻകൂട്ടി നിലവിലുള്ള ഒരു ഓഫ് ദി ഷെൽഫ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലില്ല. COVID-19 ഒരു അപൂർവപൂർവമായ സാഹചര്യത്തിൽ ഫലത്തിൽ ഒന്നും അറിയില്ല. ഇതൊരു താൽക്കാലികം എന്നാൽ അനിശ്ചിതത്വത്തിലേക്ക് നീളുന്ന ഒരു പുതിയ സാധാരണത്വമാണ്. പെട്ടെന്നുള്ള ഒരു ഉത്തരങ്ങളൊന്നും ഇതിനും ഒരു മാറ്റങ്ങളും ഈ ഒരു അവസ്ഥയും ആർക്കും ഒന്നും ഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ അറിയാനോ പറ്റാത്ത ഒരു സാഹചര്യം. ഇതേ സിറ്റുവേഷൻ നമ്മൾ നിൽക്കാൻ നേരത്ത് ഗതാഗതത്തിലെ നാടകീയപരമായ വീഴ്ചകൾ, അത് ഡ്രാമാറ്റിക് ഡിക്ലൈൻ ഇൻ ട്രാഫിക്, പ്രാദേശിക ദേശീയ പരസ്യദാതാക്കളിൽ നിന്നുള്ള കുറഞ്ഞ ഡിമാൻഡിന് പുറമെ ട്രാഫിക് അളവുകളുടെയും പ്രേക്ഷകരുടെയും നാടകീയമായ ഇടിവാണ് ഏറ്റവും ചലനാത്മകമായ ലീനിയർ മീഡിയ എന്ന് നമ്മൾ ധരിച്ചിരുന്ന ലീനിയർ മീഡിയ എന്ന ചാനലായി നമ്മൾ ധരിച്ചിരുന്ന OAH-നെ ബാധിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം OAH-ന് കൂടുതൽ പോസിറ്റീവ് അന്തരീക്ഷത്തിന് വഴിയൊരുക്കും. ഇന്നിപ്പോ ഇവിടെ ഉള്ള സാഹചര്യം നമ്മളത് വളരെ വൈസായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആൾക്കാർ യാത്ര ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആൾക്കാർ ഈ യാത്ര ആരംഭിക്കും. കൂടുതൽ സ്വകാര്യ വാഹനങ്ങളായിരിക്കും പുറത്തിറങ്ങുന്നത്. ഇനി വരുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ റെസ്ട്രിക്ഷൻസും ഭയവും മൂലം ഈ പാൻഡമിക് സ്പ്രെഡ് ആകുമെന്നുള്ള ഭയം മൂലം ഒരു സ്വകാര്യ വാഹനങ്ങളിലായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോഴും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ വരും. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ നേരത്ത് പബ്ലിക് റോഡിൽ വരുന്ന വണ്ടികളുടെ എണ്ണം കുറയുകയും അത് ഒരു വലിയ വണ്ടിയിൽ കയറി അത്രയാണ് ആൾക്കാർ പോകാൻ നേരത്ത് അതിന് പകരമായിട്ട് ആൾക്കാർ സ്വന്തം വണ്ടി ഉപയോഗിക്കാൻ നേരത്ത് ആൾക്കാരുടെ ഇത് കൂടുകയും ചെയ്യും. അതേപോലെ അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനാണ് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ വിറ്റഴിക്കപ്പെടാത്ത സാധനങ്ങളുടെ ഒരു വലിയ ഇൻവെന്ററി പല ബ്രാൻഡുകളിലും വിൽക്കാൻ വേണ്ടി ഉയർന്നു വരും. അത് പരസ്യത്തിലേക്ക് തിരിയാൻ കൂടുതൽ അവർ ഉത്സുകരാകും. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വ്യവസായം എങ്ങനെ അതിജീവിക്കാൻ പോകുന്നു. അത് നമ്മൾ കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. മറ്റ് മാധ്യമം പോലെ അപ്പൊ ഞാൻ പറഞ്ഞ മറ്റ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് TV പോലെ അല്ലെങ്കിൽ വേറെ മറ്റ് പല മീഡിയ, ഒരു ഡിജിറ്റൽ മീഡിയ, പല ബ്രാൻഡുകളും അവരുടെ ക്യാമ്പയിനുകൾ റദ്ദാക്കാതെ ചെലവുകൾ മാറ്റിവെക്കുകയാണ് ചെയ്തത്. പല ക്യാമ്പയിനും നമ്മൾ ഔട്ട്ഡോറിന് മാത്രമാണ് അത് പല ആൾക്കാരും ക്യാമ്പയിൻ ക്യാൻസൽ ചെയ്തത്. അതേസമയം TV അതൊക്കെ ആണെങ്കിൽ അവരൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് പോകുമായിരുന്നു. കാരണം അവർക്ക് തന്നെ അറിയത്തില്ലായിരുന്നു എത്ര പെട്ടെന്ന് തീരുമെന്നുള്ളത്. അതുകൊണ്ട് വിപണി വീണ്ടെടുക്കാനായി മുറുകെ പിടിക്കുന്നിടത്തോളം കഴിയുന്നത്ര വഴക്കമുള്ള ബിസിനസ്സുകൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമ ഉടമകൾ ഇപ്പൊ ചെയ്യുന്നത്. ഇത് പ്രതീക്ഷയുടെ ഒരു ചെറിയ തിളക്കമാണ്. കാരണം പല പരസ്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവര് സാഹചര്യം മാറി വരുമ്പോൾ അതൊരു
പരസ്യമായി മാറുക തന്നെ ചെയ്യും. അതൊരു ചെറിയ വെളിച്ചമാണ്. ഔട്ട്ഡോർ മീഡിയ ഉടമകൾ ആഘാതം ലഘൂകരിക്കുന്നതിനും പണസംരക്ഷണ നടപടികൾ കുറയ്ക്കുന്നതിനും കഴിയുന്നത്ര ഇപ്പൊ ചെയ്യുന്നുമുണ്ട്. ഇനി പകർച്ചവ്യാധി അവസാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തങ്ങൾക്കൊരു ലാഭകരമായ ബിസിനസ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാവരും പ്രവർത്തിക്കുന്നതിനാൽ ഈ അവസ്ഥയ്ക്ക് വിതരണ ശൃംഖലയ്ക്കും പ്രായോഗികത ആവശ്യമാണ്. നമുക്കിനി ചെയ്യേണ്ടത് പ്രായോഗികമായ ചിന്താഗതികളിലേക്ക് മാറുക എന്നുള്ളതാണ്. നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് മാറാൻ പറ്റുന്നത്. ഇനി ഇതുവരെ ഞാൻ സംസാരിച്ചത് ഒരു കോവിഡിന്റെ സിറ്റുവേഷനും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു. ഇനി നമ്മുടെ അഡ്വക്കേറ്റ് വാമനകുമാർ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി 2 ലാസ്റ്റ് സ്ലൈഡ് മാത്രം കടമെടുക്കുകയാണ്. അദ്ദേഹം പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എവോൾവ് ഓർ ഡിസോൾവ്, നമ്മൾ ഡിസോൾവ് ആവാനായിട്ട് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മാർക്കറ്റിൽ കിടക്കുന്ന നമ്മൾ, ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡിസോൾവ് ആവാൻ പറ്റില്ല. വി റിഫ്യൂസ് ടു റിസോൾവ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അത് എവോൾവ് ആവുക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്ന ബി ദി ഏജന്റ് ഓഫ് ചേഞ്ച്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് ഊർജ്ജം കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹം പറയുണ്ടായി. പക്ഷേ അദ്ദേഹം എന്നിട്ടും പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ്സിൽ, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ മുതലാണ് ഞാൻ തുടങ്ങുന്നത്. ആ പ്രസന്റേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ലാസ്റ്റ് 2 സ്ലൈഡ് മാത്രം എടുത്തത്. നൗ COVID-19 ക്രൈസിസ് ആൻഡ് ഇറ്റ്സ് സർവൈവൽ. നമുക്ക് എങ്ങനെ ഇത് സർവൈവ് ചെയ്യാൻ പറ്റും? ദ കീ ടു സർവൈവൽ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ക്യാഷ് ബാലൻസ് ദാറ്റ് അലോ യു ടു സർവൈവ് many months of significantly lower revenues and perhaps no profits will be the key to survival. കാശൊന്നും വരത്തില്ല, ബാങ്കിൽ ബാലൻസ് ഒന്നും കാണത്തില്ല, എങ്ങനെയെങ്കിലും സർവേ ചെയ്ത് വെക്കത്തുള്ളൂ. ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം. അതെനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. നൗ സർവൈവൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണയായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യം, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സർവൈവൽ ഫാക്ടർ, നമ്മുടെ സ്കിൽസ് ആണ് നമ്മുടെ സർവൈവൽ ഫാക്ടർ, നമ്മുടെ ടൂൾസ് നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മുടെ സർവൈവൽ ഫാക്ടർ, നമ്മുടെ നോളജ് ആണ്. അതിനെ ഇംപ്രൂവൈസ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, ദ വിൽ ടു ലിവ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇത് മാത്രം കൊണ്ടേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തങ്ങളിലുള്ള അടിപിടി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ മാറിയേ പറ്റത്തുള്ളൂ. കോമ്പറ്റീഷനൊന്നും യാതൊരു അർത്ഥവുമില്ല. എങ്ങനെ ക്യാഷ് സേവ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നൗ അതിന് വേണ്ടുന്നത് നമ്മുടെ ഫണ്ടമെന്റൽസ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും. വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദി ഫണ്ടമെന്റൽസ് ഓഫ് അവർ ഇൻഡസ്ട്രി ആർ സ്ട്രോങ്. നമ്മൾ എങ്ങനെ നമ്മുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കും? അവിടെയാണ് ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കഠിനമായ ഒരു ജോലി എന്ന് പറയുന്നത്. നമ്മുടെ ഫണ്ടമെന്റൽസ് കറക്റ്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും നമ്മൾ അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിലും, നമ്മൾ ആ അസോസിയേഷൻ മെമ്പർ ആണെങ്കിലും, ശ്രീ രാജേഷ് പറഞ്ഞ പോലെ ആ കേസിന് പൈസ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും അവർ അസോസിയേഷനിലുണ്ട്. പക്ഷെ അവർ ഇൻഡിവിജ്വൽ ആയിട്ടൊരു അസോസിയേഷനുകളാണ്. എല്ലാവരും ധരിക്കുന്നത് അവരവർ തന്നെ ഒരു അസോസിയേഷൻ ആണെന്നുള്ളതാണ്. നമ്മുടെ ഫണ്ടമെന്റൽസ് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നൗ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? ഇമ്പാക്ട് ഓൺ കോസ്റ്റ്. നമ്മൾ കോസ്റ്റിനെ എങ്ങനെ നമ്മൾ പിടിച്ചു നിർത്താം? 2 കൈ കൊണ്ടും ചോർന്നു പോകുന്ന കോസ്റ്റ് നമ്മുടെ ഒരു കോസ്റ്റ് ആവരുത്. സോ ഹൗ ക്യാൻ വി മിനിമൈസ് ദി ഇമ്പാക്ട് ഓൺ കോസ്റ്റ് ബട്ട് നോട്ട് ലിമിറ്റ് ദി ഫ്യൂച്ചർ? നമുക്ക് നമ്മുടെ 2 കൈ കൊണ്ടും ചോർന്നു പോകാത്ത രീതിയിൽ നമ്മുടെ പൈസ പിടിച്ചു നിർത്താം, പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിനെ ലിമിറ്റ് ചെയ്യാതെ പോകണം. ദാറ്റ് ഈസ് ഹൗ ടു ബി ക്രൈസിസ് മാനേജ്മെന്റ്. നമ്മുടെ ഹോർഡിങ്ങുകളെല്ലാം ചരിഞ്ഞ്, ആ ഇമേജ് കണ്ടോ? ഹോർഡിങ്ങുകളെല്ലാം ചരിഞ്ഞ് വീഴാൻ പോവാണ്. ഇത് ഇന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നാളെ ചരിഞ്ഞു വീഴും. ക്ലയന്റ് കിട്ടിയില്ലെങ്കിൽ ചരിഞ്ഞു വീഴും. ആ ഇമേജിന് നമ്മൾ എല്ലാവരും കൂടെ ഞാൻ ഒരാളായിട്ടോ അല്ലെങ്കിൽ ചിത്ര പെയിന്റേഴ്സോ ഐശ്വര്യ അഡ്വർടൈസിംഗ് മാത്രം താങ്ങിയെന്നും പറഞ്ഞ് ഈ വീഴാൻ പോകുന്ന ഈ ക്രൈസിസ് മാറത്തില്ല. ആ മുകളിലത്തെ പിക്ചർ കണ്ടോ? നമ്മൾ കടലിന്റെ നടുവിലാണ്. എവരി ക്രൈസിസ് ത്രോ ഓപ്പർച്യൂണിറ്റീസ് സിൻസ് മോസ്റ്റ് ഓഫ് ദി കോമ്പറ്റീഷൻ വുഡ് ബി റിട്രീറ്റിംഗ്. നമ്മൾ എല്ലാവരും ഇത്രയും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. പലർക്കും പറയുന്ന, അപ്പൊ ആരെങ്കിലും ഒരാളുടെ പറഞ്ഞ് ഹലോ ഹോർഡിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ പറയും, ആ ഹോർഡിംഗ് ഉണ്ട്, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അതൊരു വൺ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ആണ്. മോസ്റ്റ് മീഡിയ ഓണേഴ്സ് ആർ പ്ലേയിങ് നോട്ട് ടു ലൂസ് ക്യാരക്ടറൈസ് നൗ ഡിഫെൻസീവ്, പാസീവ്, റിയാക്റ്റീവ് ആൻഡ് സെൽഫ് ലിമിറ്റിംഗ് ബിഹേവിയർ.
ഇപ്പൊ എല്ലാവരും നോട്ട് ലൂസ് അങ്ങനെയുള്ളൊരു ആയി കഴിഞ്ഞു. കോമ്പറ്റീഷൻ പോയി കഴിഞ്ഞു. ഇപ്പം നോട്ട് ലൂസ് എന്നുള്ള പറയുന്നത് ദ ഫിയർ ഓഫ് പെയിൻ ഫ്രം ലോസിങ് ഈസ് ഗ്രേറ്റർ ദാൻ ദി പ്ലഷർ ഫ്രം വിന്നിങ്. ഇതിന്റെ അർത്ഥം ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല, അത് അതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഒരു പ്ലഷർ ഓഫ് വിന്നിങ്ങിനെ കാട്ടിയും നമ്മുടെ ഭയം, നമ്മുടെ ഫിയർ ഓഫ് ലൂസിങ് ആണ് ഏറ്റവും വലുത്. Now, dear friends, this is an inventory based business ആണ്. First, നമ്മൾ inventory based എന്ന് വെച്ചാൽ firstly, since OH is an inventory based business, it is essential for media owners to wisely keep utilizing their inventory in order to sustain their business. നമ്മുടെ ബിസിനസ് ഇൻവെന്ററി ബേസ്ഡ് ആവാൻ നേരത്ത് ആ ഇൻവെന്ററി മൊത്തം വിറ്റ് പോവുക, അല്ലെങ്കിൽ അതിനെ മൊത്തം ബുക്കിംഗ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇൻവെസ്റ്റഡ് ഇൻ സ്ട്രക്ചർ, വി ആർ പേയിങ് ലാൻഡ് ലോഡ്സ് and deposits also into landlord, rent ഉണ്ട്, ടാക്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി, മെയിൻ്റനൻസ്, സ്റ്റാഫ്, മാർക്കറ്റിംഗ്, ഓഫീസ്, ഗോഡൌൺ സർവീസ്, ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും പുറത്തു നിൽക്കുന്ന ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ആർക്കും തന്നെ മനസ്സിലാകത്തില്ല. നമ്മുടെ അക്കൗണ്ടന്റിനും നമുക്ക് മാനേജ്മെന്റിനും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് എൻ ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്. വാട്ട് ആർ ദി ഇഷ്യൂസ് വിച്ച് വി ആർ ഗോയിങ് ടു ഫേസ് ദർ ഇൻ ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്. നൗ ഇൻവെന്ററി മാനേജ്മെന്റ്, ഇനിയിപ്പം വരാൻ പോകുന്നൊരു സിനാരിയോ ആണ് ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്നത്, എ ക്ലയൻറ്റ്സ് ഐഡിയ. ദി ഐഡിയ ഇസ് ടു ലുക്ക് എ ഡീൽ ഫോർ സം പ്രീമിയം സൈറ്റ്സ് located at prominent places to roll out our campaign for particular days every month starting from this October to March. നാളെ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടാൻ പോകുന്നതിന്റെ ഓർഡറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഹോർഡിംഗ് എല്ലാം ഒഴിഞ്ഞു കിടക്കല്ലേ. എനിക്ക് അടുത്ത ഓരോ മാസവും ഒരു 2 ദിവസത്തേക്ക് നിങ്ങളെ ഹോർഡിംഗ് വേണം. അതിന് എത്ര രൂപയാവും? ഈ 365 ദിവസം ബുക്കിംഗ് കിട്ടോണ്ടിരുന്ന നമുക്ക് 365 ദിവസം കിട്ടത്തില്ല. നമ്മുടെ ഇൻവെന്ററി നമുക്ക് മാനേജ് ചെയ്യാൻ ഒക്കാതെ വരും. ആ ബുക്കിംഗ് ചിലപ്പോൾ അവൻ പറയും എനിക്ക് 15 ദിവസത്തേക്ക് മതി, 7 ദിവസത്തേക്ക് മതി. അത് നമ്മൾ എങ്ങനെ ഇൻവെന്ററി മാനേജ് ചെയ്യും? ഹൗ യു ആർ ഗോയിങ് ടു കീപ് ഇറ്റ് വേക്കന്റ് ഫോർ ദാറ്റ് ഗൈ ടു കം ആൻഡ് ദെൻ ബുക്ക് ഇറ്റ്? ഇത് നടക്കുന്ന ഒരു കേസല്ല. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് ആൻ ഇൻവെന്ററി മാനേജ്മെന്റ്. ദെൻ മീഡിയ ഓണേഴ്സ് വിൽ ഹാവ് ടു അഡോപ്റ്റ്. നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഈ ഇമേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇമേജാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. സാധാരണയായി ആ സ്ക്വയർ ക്യൂബ്സ് ആണെങ്കിൽ ഒരിക്കലും തള്ളിയാൽ നീങ്ങത്തില്ല. അതേസമയം നമ്മൾ ചിസിൽഡ് ഔട്ട് ചെയ്ത് അത് ബോൾ ആക്കാൻ നേരത്ത് അയാൾക്ക് പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ദ മീനിങ് ഓഫ് അഡോപ്റ്റ്. യു വിൽ ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ്. മീഡിയ ഓണേഴ്സ് വിൽ ഹാവ് ടു ഡു വാട്ട് ദേ ആർ ആൾവേസ് ഡൺ ബെസ്റ്റ്. നമ്മൾ അങ്ങനെ രീതിയിൽ മാറിയെങ്കിലേ വിട്ടു. ദ എക്കണോമിക് ഡൗൺ ടേൺ കൺസ്യൂമർ ബിഹേവിയർ ഈസ് ലൈക്ലി ടു ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. Now, staying on top of the latest trends, watching the data for insight, and understanding the new consumer behavior will be key in driving successful marketing strategies moving forward. അല്ലാതെ വേറെ യാതൊരുവിധ ഷോർട്ട് കട്ടും കാണുന്നില്ല. നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഏത് രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള മാത്രമേ, അല്ലാതെ തള്ളിയാൽ നീങ്ങത്തില്ല സുഹൃത്തുക്കളെ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Industry should focus on demand side instead of supply side. നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യാൻ പോകാവൂ. അല്ലാതെ ഇൻവെന്ററി കൂട്ടിവെച്ച് ഒരു അർത്ഥവും ഉണ്ടാകത്തില്ല. നമ്മൾ ബാലൻസ് ചെയ്ത് കൂടെ സപ്ലൈക്കും ഡിമാൻഡിനും പോയി കഴിഞ്ഞാൽ ആ ടോപ്പിലെ കണ്ടോ, ആ ടോപ്പിൽ സപ്ലൈ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പ്രയാസപ്പെടുകയായിരിക്കും ചെയ്യുന്ന. ആ താഴ്ത്തത് കണ്ടോ, ഡിമാൻഡിനനുസരിച്ച് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ആ ത്രാസ് ഈ ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആയി നിൽക്കും. ഇൻഫാക്ട് ദർ മേ ബി എ കേസ് ഫോർ റിഡക്ഷൻ ഇൻ സപ്ലൈ. നമ്മൾ ആ ഒരു ലെവലിലാണ് കൊണ്ടുവരേണ്ടത്. ഇൻഫാക്ട് ഇഫ് ദർ മേ ബി എ കേസ് ഫോർ റിഡക്ഷൻ ഇൻ സപ്ലൈ, അവിടെയാണ് നമുക്ക് കാശ് കൂടുതൽ വെക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നത്. ആ സ്കേഴ്സിറ്റിയാണ് നമ്മൾ ക്യാഷ് ആക്കി മാറ്റേണ്ടത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ വെക്കത്തുള്ളൂ. ഹൗ യു ആർ ഗോയിങ് ടു ഡു? ആൾ മീഡിയ ഓണേഴ്സ് വുഡ് നീഡ് ടു വർക്ക് ടുഗദർ ടു പുൾ ദി ഇൻഡസ്ട്രി ഔട്ട് ഓഫ് ദിസ് ഗട്ടർ. നമ്മൾ ഇന്ന് ഈ കുഴി കിടക്കുകയാണ്. ഈ കുഴിയിൽ നിന്ന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാലൻസിങ് ട്രിക്ക് നടക്കത്തില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നൗ ന്യൂ ബിസിനസ് മോഡൽ. The business model has to be changed where less effective sites should be pulled out from the market and only good value sites need to be retained. ഇന്ന് നമ്മൾ ഇത്രയും കുത്തി നിറച്ച് ഇവിടെ ഈ ഹോർഡിംഗ് ഇട്ട് എനിക്ക് ഹോർഡിംഗ് ഉണ്ട്, ഞാനൊരു ഹോർഡിംഗ് കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസി നടത്തുന്നവനാണെന്ന് പറയാം എന്ന് മാത്രമല്ലാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും, ആ ബിസിനസ് മോഡൽ എന്താണ്, ആ ചേഞ്ചസിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടി വരും, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ട സമയമാണ്.
Now, realignment and declutter. ഒരേ ഒരു വഴി മാത്രമേ നമ്മുടെ കയ്യിലൂ. ആ കമ്പ്യൂട്ടറിന്റെ ബട്ടൺ, ഡീക്ലട്ടർ എന്നുള്ള ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തേ പറ്റുള്ളൂ. Consolidation of media asset would reduce the clutter created by individual companies, and the primary objective now should be digitizing assets and declutter the skyline across the state. നമ്മുടെ എണ്ണം കുറച്ചേ പറ്റൂ, ഡീക്ലട്ടർ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈക്വൽ വാട്ട് യു തിങ്ക്. നൗ ന്യൂ ലാൻഡ്സ്കേപ്പ്. നമ്മൾ ക്ലട്ടർ ഫ്രീ, ബ്രേക്കിംഗ് ത്രൂ ദി ക്ലട്ടർ, benefits of advertisement originality and familiarity for brand attention and memory. നമ്മൾ കോവിഡിന്റെ സമയത്ത് ആൾക്കാരെല്ലാവരും കീപ് സേഫ് ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, ആ കീപ് സേഫ് ഡിസ്റ്റൻസ് നമ്മുടെ ഹോർഡിങ്ങിനും വേണം. ആ ഡീക്ലട്ടർ ചെയ്തേ പറ്റത്തുള്ളൂ. ക്ലട്ടർ ഫ്രീ ആയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ആഫ്റ്റർ കോവിഡ് എല്ലാവരും കീപ് സേഫ് ഡിസ്റ്റൻസ്. നമ്മൾ മനുഷ്യർ മാത്രം പോരാ, ഹോർഡിങ്ങിനും ഒരു കീപ് സേഫ് ഡിസ്റ്റൻസ് വെക്കൂ. അത് ബ്രേക്ക് ദി ചെയിൻ ഇവിടെ നമ്മൾ ആപ്ലിക്കബിൾ ചെയ്തേ പറ്റുള്ളൂ. ആ ചെയിൻ ബ്രേക്ക് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. എല്ലാവരും കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും, ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ ഒരു രീതിയിലും ഞാൻ കാണുന്നില്ല. ഇതാണ് എന്റെ വ്യൂ. നൗ ഫ്യൂച്ചർ കേരള ഓഫ് ലാൻഡ്സ്കേപ്പ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഡീക്ലട്ടർ ചെയ്ത് കഴിഞ്ഞാൽ then you will have to look for standardization. Future OS display should be like this. നമ്മൾ സ്റ്റാൻഡർഡൈസ് ആയിരിക്കണം. Economies of scale, faster setup time, single coherent global image, excellent monitoring of communication. ഒരു പരസ്യം ഒരു ഹോർഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലയന്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഏജൻസി എന്തിനു വേണ്ടിയാണോ, എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണോ അവർ ഉദ്ദേശിക്കുന്നത്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തിന്റെ ഹോർഡിങ് കൊണ്ട് മറയുകയാണെങ്കിൽ അത് ഒരിക്കലും അതിന് പ്രയോജനമില്ല. അത് സ്റ്റാൻഡർഡൈസേഷൻ ആവുന്നില്ല. നമുക്ക് 5 or 6 നമ്മുടെ അസോസിയേഷൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ തീരുമാനിക്കുന്ന പോലെ 5 or 6 സൈസ് മതി. സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഇന്ന് നമുക്ക് ഒരുപാട് സൈസുകളാണ്, പല രീതിയിലുള്ള സൈസുകൾ. ഫ്യൂച്ചർ OS ഡിസ്പ്ലേ ഇൻ കേരള ഷുഡ് ബി ആസ് ഗുഡ് ആസ് ദിസ് ഇമേജ് വാട്ട് ഐ ആം ഷോയിങ്. നമ്മൾ ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം? അത്രയും സ്പേസ് വിട്ട്, അത്രയും ഒരു ക്ലയന്റിന് അവരുടെ പൈസ ചെലവാക്കുന്ന, 1 രൂപ ചെലവാക്കുന്നതിന്റെ തുല്യമായ ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിന്റെ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റാൻഡർഡൈസേഷൻ മസ്റ്റ് ബി, യു വിൽ ഹാവ് ടു ഇൻകോർപ്പറേറ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ കേരള. നൗ it is an investment that we must undertake today to ensure a basic ROI post lockdown. നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ നടക്കില്ല. ഹൗ ഡു വി ഡു ഇറ്റ്? ഫ്യൂച്ചർ വേഴ്സസ് ഓപ്ഷൻസ്. നമ്മുടെ ഭാവിയാണ്, നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. എന്താണ് നമ്മളെങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഭാവിയും നമ്മുടെ ഓപ്ഷൻസും മാത്രമാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. നൗ അതിന് മുന്നോടി, ആ ഓപ്ഷൻസ് വരുന്നതിന് മുമ്പ്, വാട്ട് ആർ ദി ഇഷ്യൂസ് വി ആർ ഫേസിങ്? നമ്മുടെ കയ്യിലുള്ള ഇഷ്യൂസ് ഇന്ന് ഇവിടുത്തെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന എല്ലാ സ്പീക്കേഴ്സും വളരെ വിശദമായും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും, നമ്മളെ ലീഗൽ അഡ്വൈസർ രാജേഷ് പോലും, ലീഗൽ കമ്മിറ്റി ചെയർമാൻ രാജേഷ് പോലും വളരെ വികാരഭരിതനായി പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് വരാൻ പോകുന്നു, അത് നമ്മുടെ കയ്യിലുണ്ട്. പല ആൾക്കാരും കണ്ടതാണ്. അത് പണിപ്പുരയിലാണ്, എന്നും വേണമെങ്കിലും പുറത്തു വരാം. ലാൻഡ് ലോർഡ്സ് ഹൈ റെന്റൽ ഡിമാൻഡ്, അവര് ഒരിക്കലും ചുമ്മാ ഇരിക്കത്തില്ല. അവർക്ക് എല്ലാവർക്കും ഇപ്പം ഈ കോവിഡ് മൊത്തം പ്രശ്നമുണ്ട്. അവരെല്ലാം ഇനി കൂടുതൽ കാശ് ചോദിക്കും. ഇനി ഏറ്റവും ഇതുവരെയും ഡിസ്കസ് ചെയ്തതാണ് ടേക്കിംഗ് ഓവർ സൈറ്റ്സ് ബൈ ഔട്ട്സൈഡേഴ്സ്. നമ്മളൊരു സൈറ്റ് വിട്ടു കഴിഞ്ഞാൽ, ഇപ്പം രാജേഷ് പറഞ്ഞു അവർ കുറച്ച് സൈറ്റ് കിട്ടണം, ഉടൻ തന്നെ എടുക്കാൻ ആളുണ്ട്, പുറത്തുനിന്ന് എടുക്കാൻ ആളുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ, അതാണ് നമ്മളെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ടാക്സ് ആർ നോട്ട് യൂണിഫോം. ഇതിവിടെ പലരും സംസാരിച്ചു കഴിഞ്ഞു. പല കോർപ്പറേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ ലെറ്റർ വന്നു കഴിഞ്ഞു. ടാക്സസ് ആർ നോട്ട് യൂണിഫോം. മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എക്സസ് ഇൻവെന്ററി, ന്യൂ എൻട്രൻസ് ഇൻ ദി ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഹോർഡിംഗ് ആയി കഴിഞ്ഞു. പക്ഷെ ഇനി വെക്കാൻ സ്ഥലമില്ല. ഇനി കമ്പ് കുത്താനേ സ്ഥലമുള്ളൂ, ഹോർഡിംഗ് വെക്കാൻ സ്ഥലമില്ല. എന്നിട്ടും പുതിയ ആൾക്കാർ വരികയാണ്. അവരെന്ത് മോഹത്തോടെയാണ് വരുന്നത് എന്ന് അറിയില്ല, നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇത്രയും വർഷവും നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ പുതിയ വരുന്നവന്റെ ഇക്വേഷൻ എന്താണ്? ഇനി അടുത്തത് ബിസിനസ്സിനകത്തുള്ളത്. ലാൻഡ് ലോർഡ്സ് റെന്റ് കൊടുക്കണം, സ്ട്രക്ചർ കോസ്റ്റ് കൊടുക്കണം, ടാക്സസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിസീവബിൾസ് ഫ്രം ക്ലയന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ്, FOCs.
അതാണ് ലാസ്റ്റ് FOC ഞാൻ ലാസ്റ്റിലാണ് കൊണ്ടിട്ട. ശരിക്കും ഇപ്പോഴത്തെ ഏജൻസികളെല്ലാം ചോദിക്കുന്നത് അതാണ് ആദ്യം ചോദിക്കുന്നത്, FOC എത്ര തരും. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. ഈ സ്ക്രീനിൽ അത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ഇഷ്യൂവിൽ എന്നെക്കാട്ടി കൂടുതൽ അറിയാവുന്നവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളത്. നൗ ദ ഓൺലി സർവൈവൽ കിറ്റ് അല്ലെങ്കിൽ സർവൈവൽ പ്ലാൻ എനിക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇൻവെന്ററി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കട്ടയ്ക്ക് ഇങ്ങനെ ഇൻവെന്ററി കയറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതൊന്നും തുറക്കാൻ പറ്റത്തില്ല. അത് വേണ്ടുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ അതിന്റെ അടപ്പ് തുറക്കാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വാട്ട് യു വിൽ ഹാവ് ടു റെഡ്യൂസ് ഇൻവെന്ററി. ഇൻവെന്ററി എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി മേല് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലിരിക്കുന്ന 2 മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. അതില് ആ 2 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി 3 അടപ്പ് തുറക്കാം. നമ്മൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെ അടപ്പ് തുറക്കാം. ഇന്ന് നമുക്ക് ബിസിനസ് കിട്ടാത്തതിന്റെ കാരണം നമ്മുടെ ഓവർ ഇൻവെന്ററി ആണ്. ഇൻവെന്ററി റിഡക്ഷൻ നടത്തിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. മാനേജ് ക്യാഷ് ഫ്ലോ. വെൻ നമ്മുടെ ഇൻവെന്ററി കുറയാൻ നേരത്ത് വി ക്യാൻ മാനേജ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോയിൽ പ്രോഫിറ്റില് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഔട്ട് ഗോയിങ് കുറവായിരിക്കും. ഓപ്പറേഷനിൽ സേവ് ചെയ്യാൻ പറ്റും. ഇൻകത്തിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഫൈനാൻസിന് നമുക്ക് മാനേജ് ചെയ്യാം. ബിസിനസ്സിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വിത്തിൻ നമ്മുടെ കയ്യിലായി തീരും. ഇത് ഒരുപാട് ഇൻവെന്ററിയും വെച്ചുകൊണ്ട് നമ്മൾ ഭ്രാന്തന്മാരാണ് ഓടി നടക്കുകയാണ്. നൗ ഓപ്ഷൻ നമ്പർ 1. സുഹൃത്തുക്കളെ, ആരും എന്നെ കല്ലെറിയരുതേ. ഞാൻ ഓരോ ഓപ്ഷൻസും പറയുന്നു. എന്റെ KEA മെമ്പേഴ്സ് സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും എന്നെ ആരും കല്ലെറിയരുത്. എന്റെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, എന്നോട് പൊറുക്കുക. നമ്മൾ റെഡ്യൂസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. സൈസ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഇന്നുള്ള സ്റ്റാൻഡേർഡ് സൈസ് നമുക്കൊരു 30% ഹോർഡിങ് കാണും. അത് നമുക്ക് റീറ്റെയിൻ ചെയ്യാം. ഒരു അൺഈവൻ ആയിട്ടുള്ള സൈസ് ഉള്ളതുണ്ട്, അത് 20% ആയിരിക്കും ഇപ്പോഴുള്ളത്. അതിന് നമുക്ക് 10% ആക്കണം. ഓഡ് സൈസ് ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ ഒക്കാത്ത കുറെ ഓഡ് സൈസുകൾ ഉണ്ടാവും. അത് 10%. അത് മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. വലിയ ബിഗ് ആയിട്ടുള്ള വലിയ ഹോർഡിങ്സുകളുണ്ട്, അത് 20% ഉണ്ടായിരിക്കാം എന്നാണ് ഇതെല്ലാം കണക്കുകൾ ജസ്റ്റ് ഇൻഡിക്കേറ്റീവ് ആണ്. ഒന്നും കറക്റ്റ് അല്ല. ഒരു 20% ആയിരിക്കാം. അതിൽ 10% ആക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ലാർജ് ഹോർഡിങ്സ്, അതായത് എക്സ്ട്രാ ലാർജ് ഹോർഡിങ് 50-20 മുകളിലോ അതിന് ഒരു ലിമിറ്റ് നമ്മൾ വെക്കുക. അതിന് മുകളിലുള്ള എല്ലായിടത്തും മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ടോട്ടൽ ഇന്ന് 100% കാണുന്ന സൈസ്, ഞാൻ പറയുന്നത് സൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സൈസ് നമ്മൾ 50% ആക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട എല്ലാ പ്രശ്നങ്ങളും ഒരു 50% വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം അവരവരുടെ കാര്യമാണ്. ഞാൻ വെറും ഒരു റിസർച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. ഓപ്ഷൻ നമ്പർ 1 ഇതാണ്. നമ്പർ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് റീറ്റെയിൻ ഓൺലി പ്രൈം ലൊക്കേഷൻസ്. നമുക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് ഹോർഡിങ് വെച്ചിട്ട് അതെല്ലാം പ്രൈം ആവണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പ്രൈം എന്ന് പറയുന്നതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ കണ്ടീഷൻസ് കമ്പ്യൂട്ട് ആയാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ പ്രൈം ലൊക്കേഷൻസ് കൂടിപ്പോയാൽ ഒരു 30% കാണും, അത് റീറ്റെയിൻ ചെയ്തോളൂ. ആ 30% പ്രൈം ലൊക്കേഷൻസ് റീറ്റെയിൻ ചെയ്തോളൂ. ഇനി അർബൻ ഏരിയയിൽ ചിലപ്പോൾ 20% കാണും, അത് മേക്ക് ഇറ്റ് 5% ആക്കുക, കുറയ്ക്കുക. റൂറലില് 10% കാണും, അതിനെ 5% ആക്കുക. ഹൈവേയില് 20% കാണും, അതിനെ 5% ആക്കുക. വില്ലേജസിൽ 20% കാണും, അതിനെ 5% ആക്കുക. ടോട്ടൽ 100% നമ്മൾ ഒരു 15%ലേക്ക് പ്രൈം ലൊക്കേഷനിലുള്ള സാധനങ്ങൾ മാറ്റിയെടുക്കുക. പ്രൈം ഹോർഡിങ്സ് മാത്രം മാർക്കറ്റിൽ വരിക. നമുക്ക് 50% കോസ്റ്റ് സേവിങ് ഉണ്ടാകും. Now option 3, retain only prime category sites. നമുക്ക് A കാറ്റഗറി പ്രൈം ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, ഒരുപാട് സൈസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രൈം കാറ്റഗറി നമ്മൾ 30% ഉണ്ടെങ്കിൽ ആ 30% റിട്ടേൺ ചെയ്തോളുന്നേ, ഒരു കുഴപ്പമില്ല. അത് കാശ് വരും, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ക്ലയന്റ് വരാൻ നേരത്തെ അത്രയും ബുക്കിംഗ് ആവും. 100% നമുക്ക് 30 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമാണ്. ഇനി A കാറ്റഗറി 20നെ 10 ആക്കുക, B കാറ്റഗറി 20 ഉണ്ടെങ്കിൽ 5 ആക്കുക, C 20 ഉണ്ടെങ്കിൽ 5 ആക്കുക, D 10 ഉണ്ടെങ്കിൽ 0 ആക്കുക. D കാറ്റഗറി ഒരു സൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ട, അങ്ങനെ രീതിയിലാക്കണം. Now retain, the fourth option is retain only costly sites. അപ്പൊ നമുക്ക് നല്ല കോസ്റ്റ് കിട്ടുന്നു, അതനുസരിച്ച് വരുമാനവും കിട്ടും. അതൊരു 30% ഉണ്ടെങ്കിൽ അത് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, അത് റീറ്റെയിൻ ചെയ്യുക.
അപ്പോൾ ബി 25% 10 ആക്കുക, സി 20% 5 ആക്കുക, ഡി 15% ഉണ്ടെങ്കിൽ അതിനെ ഒരു 3% ആക്കുക, ഇ 10% ഉണ്ടെങ്കിൽ 2% ആക്കുക. അത് കോസ്റ്റ് വൈസ് ഉള്ളതാണ്. എങ്ങനെ നമുക്ക് കോസ്റ്റിനെ കുറയ്ക്കാം? ആ കോസ്റ്റ് ഫാക്ടർ വെച്ച് നമുക്ക് നോക്കാൻ നേരത്ത് ദിസ് ഇസ് ദ ഓപ്ഷൻ നമ്പർ 4. നൗ ഓപ്ഷൻ നമ്പർ 5, റിട്ടേൺ ഓൺലി സൈറ്റ്സ് ആസ് പെർ പാസ്റ്റ് ബുക്കിംഗ്. പഴയ ബുക്കിംഗ് നിങ്ങൾക്ക് അവരവർക്ക് നല്ല പോലെ അറിയാം. നമ്മുടെ ഇൻവെന്ററിയിൽ പഴയ ബുക്കിംഗ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നത് ചിലപ്പോൾ നല്ല പ്രൈം ലൊക്കേഷൻ ആവണമെന്നില്ല, ചിലപ്പം വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ആയിരിക്കും അതിന്റെ ഡിമാൻഡ് കൂട്ടുന്നത്. അതിന്റെ ബുക്കിംഗും ഡിമാൻഡും നോക്കിയിട്ട് 30% ഉള്ളത് നിങ്ങൾ 30% റിട്ടേൺ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതിൽ ബിയിൽ 25-നെ 10 ആക്കുക, സിയിലുള്ള 20%-നെ 5% ആക്കുക, ഡിയിലുള്ള 15% 5% ആക്കുക, ഇയിലുള്ള 10%-നെ 0 ആക്കുക. ടോട്ടൽ 100% നിന്ന് 50% കൊണ്ടുവരിക. ഇതിൽ ഏത് വേണം, എങ്ങനെ വേണം, ഈ 5 ഓപ്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറി മറിയാം, അവിടെ കിടന്നുരുളാം. അതിൽ നിന്ന് അൾട്ടിമേറ്റ്ലി വി വിൽ ഹാവ് ടു റീച്ച് 50% ഓഫ് ഇൻവെന്ററി. അൾട്ടിമേറ്റ് എയിംസ് ടു ബ്രിങ് ഡൗൺ ദി കോസ്റ്റ്. നമ്മുടെ റണ്ണിങ് കോസ്റ്റിന്റെ 50%-ലാക്കുക. അവ കോസ്റ്റ് കട്ടിങ് മാത്രമേ നടക്കത്തുള്ളൂ. എവിടെയൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാം, ഈ മുകളിൽ പറഞ്ഞ 5 രീതിയിലുള്ള ഫോർമുല വെച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും ആക്കാം. ഞാൻ ഒരു ഫോർമുല അല്ല പറയുന്നത്. 5 വേണമെന്നുള്ളവർക്ക് 5 എടുക്കാം, 2 വേണമെന്നുള്ളവർക്ക് 2 എടുക്കാം. അൾട്ടിമേറ്റ് എയിം ടു ബ്രിങ് ദി കോസ്റ്റ് ഡൗൺ ടു 50%. റെന്റ് 100% നിന്ന് 50% കൊണ്ടുവരിക. ടാക്സസ് നാച്ചുറലി 100% നിന്ന് 50% ആവും. ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. അതൊക്കെ അവനവന്റെ ഡ്യൂട്ടി. ഇലക്ട്രിസിറ്റി 100% നിന്ന് 50% ആവും. സ്ട്രക്ചർ കോസ്റ്റ് 100 നിന്ന് 50 ആവും. മെയിൻ്റനൻസ് 100 നിന്ന് 50 ആവും. ടോട്ടൽ 50% കോസ്റ്റ്. ദിസ് ആൾ ഇൻഡിക്കേറ്റീവ് ഫിഗേഴ്സ്. ആരും ഇതിനെക്കുറിച്ച് തർക്കിക്കരുത് എന്നോട്. ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാർട്ടാണ്. നൗ ബെനിഫിറ്റ്സ് ഓഫ് ലിമിറ്റിംഗ് ടു 50% ഓഫ് ഇൻവെന്ററി. നൗ നമ്മുടെ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ദ എക്സ്പെക്ടഡ് ആവറേജ് ബുക്കിംഗ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയായാലും മാർക്കറ്റ് നല്ല രീതിയിൽ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു അഷ്വേർഡ് ബുക്കിംഗ് ഒരു 25% വരും. തീർച്ചയായിട്ടും അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് ഡിമാൻഡ് അനുസരിച്ച് ബുക്കിംഗ് 100% അല്ല 25% ബുക്കിംഗ് നമുക്ക് കിട്ടും. നമ്മൾ കടയും തുറന്നിരുന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കച്ചവടത്തിന് വരും. അത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ദെൻ ഇൻഡ്യൂസ്ഡ് ബുക്കിംഗ്. ഞാൻ ഇൻഡ്യൂസ്ഡ് ബുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പോയി മാർക്കറ്റ് ചെയ്ത് ആരെങ്കിലും കൈയും കാലം പിടിച്ച് പരിചയം ഉപയോഗിച്ചു ഒരു ക്ലയന്റിനെ കണ്ടു, അങ്ങനെ അതൊരു 15% ബിസിനസ് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും. അതിനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി സീസണൽ ബുക്കിംഗ്, ഒരു 15% സീസണൽ ബുക്കിംഗ് ഉണ്ടാവും. പിന്നെ വരാൻ നേരത്ത് നമ്മൾ 50% ഇൻവെന്ററി കുറഞ്ഞു കഴിഞ്ഞപ്പം ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാവും. 50% ബുക്കിംഗ് ആണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. 50% പ്രോഡക്റ്റ് മാത്രമേ മാർക്കറ്റിലുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ബുക്ക് ആയി കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഒരു സമയത്തുണ്ടാവും. ഇതിപ്പോ ഒരു നിയർ ഫ്യൂച്ചറിൽ ഞാൻ പറയുന്ന വളരെ കാര്യമായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി അന്ന് അവിടെ ഉണ്ടാവും. അപ്പോഴ് ഒരു 10% റേറ്റ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് മേടിക്കുകയും ചെയ്യാം. ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ബുക്കിംഗിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു 75% വരെ കൊണ്ട് ചെല്ലാൻ പറ്റും, ഇഫ് പ്രൊവൈഡഡ് 50% ഓഫ് ഇൻവെന്ററി ആണെങ്കിൽ. നൗ എക്സ്പെക്ടഡ് ആവറേജ് ബുക്കിംഗ് ഈസ് 75%. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ഇൻവെന്ററി, ലെസ് എക്സ്പെൻഡിച്ചർ, മിനിമൽ കോസ്റ്റ്, ഹൈ റിട്ടേൺ. സോ 50% ഓഫ് ഇൻവെന്ററിയിൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന കാൽക്കുലേഷൻസ് അവനവന്റെ ഓപ്ഷനാണ്. അവനവന് തോന്നുന്ന രീതിയിൽ ചെയ്യുക. അവരവർക്ക് മാത്രമേ അത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഫോർമുലയും എനിക്ക് അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ദീസ് ആർ ഓൺലി സം ഗൈഡൻസ്. നൗ managed inventory and cash flow. That is, now it is a seller's market. Low inventory, seller's market. Good cash flow, receivables are നമുക്ക് നല്ലതായിട്ട് കിട്ടും, കളക്ഷൻസ് നല്ലോണം വരും, പേയ്മെന്റ്സ് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. കാരണം 50% കോസ്റ്റ് ഉള്ളൂ. റിയൽ ടൈം കൺട്രോൾ ഉണ്ടാവും. ലിക്വിഡിറ്റി മാനേജ്മെന്റ്, ഫോർകാസ്റ്റിംഗ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മാസം ഇത്രയും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാം, അങ്ങനെ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. റിസീവബിൾസ് എത്ര കിട്ടാനുണ്ട് അതെല്ലാം ക്യാഷ് മാനേജ്മെന്റിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. നൗ ഇവിടെയാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇന്ന് പ്രസംഗിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വാട്ട് ആർ ദി എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഇൻഡസ്ട്രി ത്രെഡ് വെൻ വി റെഡ്യൂസ് ദി നമ്പർ ഓഫ് സൈറ്റ്സ്? ഞാൻ ഈ പറഞ്ഞതും കേട്ടോണ്ട് നിങ്ങളെല്ലാം പോയി ഈ
ഹോർഡിംഗ് എല്ലാം ഇവിടുന്ന് വലിച്ചു വാരി എടുത്ത് കളഞ്ഞിട്ട് 50% ആവാൻ നേരത്ത് വരാൻ പോകുന്ന ഒരു ത്രെട്ട് എന്ന് പറയുന്നത് ദി ഇൻഡസ്ട്രി പീപ്പിൾ ആർ ഓഫറിംഗ് മോർ റെന്റ് ടു ദി ലാൻഡ് ലോഡ്. ആ ഇൻഡസ്ട്രിയിലുള്ള നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ അസോസിയേഷൻ, നേരത്തെ ഇവിടെ രാജേഷ് പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ വർഗീസ് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു. ഇൻഡസ്ട്രി പീപ്പിൾ ആർ ഓഫറിംഗ് മോർ റെന്റ് ടു ലാൻഡ് ലോഡ്. അവര് പോയി ലാൻഡ് ലോഡിന് വേറെ റെന്റ് കൊടുത്തത് എടുക്കും. അപ്പോഴ് ത്രെഡ് ഫ്രം ഔട്ട്സൈഡ്, ആ റൈറ്റ് സൈഡ് നോക്കൂ, ന്യൂ കമേഴ്സ് ആർ ടേക്കിംഗ് ഓവർ ദി എക്സിസ്റ്റിംഗ് സൈറ്റ്സ്. നമ്മളിപ്പോ അങ്ങോട്ട് സൈറ്റ് വിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പുതിയ ഇൻഡസ്ട്രിക്കാരൻ ഇവിടെ വരും. അവന്റെ കാശുണ്ട്, അവന് പോയി എന്ത് ചെയ്യാം, അവന്റെ ഇക്വേഷൻ നമുക്കറിയത്തില്ല. നമുക്ക് മനസ്സിലാവാത്തവ എങ്ങനെ ഇത് കാശുണ്ടാക്കുമെന്ന് അറിയത്തില്ല. ഇത് രണ്ട് കാര്യമാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. സോ KIA must propose the government to ban new sites for another 3 to 5 years. എന്റെ ഒരു സജഷൻ ആണ്. ഞാൻ KIAക്ക് ജോലി തരുന്നെന്ന് പറയരുത്, എന്നെ ആരും പിടിച്ചിട്ടടിക്കരുത്. KIA must propose to the government to ban new sites for another 3 to 5 years. Government must ban new sites for another 3 to 5 years. Now, the existing media owner must get the right to re-erect the site. 3-5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും സൈറ്റ് വെക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഇന്ന് ആർക്കുണ്ടായിരുന്നോ അവർക്ക് മാത്രമേ അവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. Even after 3 to 5 years, no one can put sites in the same location. Only the existing owner hold the right to put the new sites. ഇത്തരത്തിൽ മാത്രമേ ഗവൺമെന്റിനെ കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മുഷ്ടി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ അസോസിയേഷന്റെ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഗുണ്ടകളെ ഇറക്കിയോ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതാണ് നടക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഗവൺമെന്റിന്റെ ബാക്കപ്പ് തന്നെ വേണം. അതിന് KIA മുന്നോട്ട് പോകണം. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ആ പ്രപ്പോസല് നമുക്ക് ഇത് ഒരു പ്രപ്പോസൽ കൊടുക്കാനുള്ള ഒരു പ്രപ്പോസലാണ് മാത്രം കരുതിയാൽ മതി. ഇനി ദ റോൾ ഓഫ് KIA bring all members, media owners in the KIA membership. നമ്മൾ പുറത്തു നിൽക്കുന്ന ആൾക്കാരെ കൂടെ നമ്മൾ സ്വാഗതം ചെയ്തേ പറ്റത്തുള്ളൂ, അത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഡിസ്കസ് വിത്ത് ദി ഗവൺമെന്റ് അബൌട്ട് ദി പ്ലാൻ ഓഫ് ഇൻവെന്ററി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ന്യൂ ലാൻഡ്സ്കേപ്പ്. ഇവിടെയാണ് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാര്യം. ഗവൺമെന്റ് ഇപ്പോഴും പറയുന്നത് ഈ ലാൻഡ്സ്കേപ്പ് വൃത്തിയാക്കണമെന്നാണ്. നമ്മുടെ കേരളത്തിന്റെ റോഡിന്റെ ഭംഗി വൃത്തിയാക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇതിനുപരി കോടതികൾ ഒരുപാട് പ്രാവശ്യം വന്നു കഴിഞ്ഞു. പല റൂളിങ്സും ഉണ്ട്, പല കോർട്ട് ഓർഡേഴ്സും കിടപ്പുണ്ട്. ഇതിലെല്ലാത്തിലും പറയുന്നത് എന്താണ്? ഈ പരസ്യങ്ങളുടെ ഹോർഡിങ്ങുകളുടെ അധിക പ്രസരം അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ ഒരുപാടുണ്ട്, അത് കുറയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ തന്നെ KIA തന്നെ ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് വെക്കുന്നു. അത് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ പോകുന്നു, നമ്മൾ അതിനെ വൃത്തിയാക്കാൻ പോകുന്നു, ആ ഇൻവെന്ററി റിഡക്ഷൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അനുകൂലമാവും, കോടതിയും അനുകൂലമാവും. Explain the advantages of all the above actions and increase government revenue. നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻവെന്ററി പകുതി ആക്കുമെങ്കിലും ഗവൺമെന്റിന് അത് കൂടുതൽ വരുമാനവും സിറ്റികളുടെ ഭംഗിയും കൂടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇൻ റൈറ്റിംഗ് we will have to give that offer tax increase to government after 2-3 years if the plans are executed well. 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ പ്ലാനുകളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് ടാക്സ് കൂട്ടി കൊടുക്കാൻ പറ്റും. അതിലൊരു തെറ്റുമില്ല. ഈ ബാക്ക് ടു ബിസിനസ്, നമ്മൾ നല്ല രീതിയിലുള്ള ബിസിനസ്സുകാരാണ്. ഇനി ആ റൈറ്റ് സൈഡിൽ ഗെറ്റ് പ്രോപ്പർ ഓർഡേഴ്സ് ഫ്രം ദി ഗവൺമെന്റ് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് മീഡിയ ഓണേഴ്സ്. ആ ഇന്ന് നിലവിലുള്ള ഞാൻ എന്റെ 50 ഹോർഡിങ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആ എടുത്തുകൊണ്ട് പോയ ഹോർഡിങ്ങിൽ എന്നെങ്കിലും ഹോർഡിങ് വെക്കാനുള്ള അവസരം ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ I must get my chance to erect there and there only. അതിനുശേഷം മാത്രമേ അത് ടെൻഡറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടീഷനിലോ ഈവൻ പ്രൈവറ്റ് സൈറ്റ് ആയ പോലും പെർമിറ്റ് കൊടുക്കാതിരുന്നാൽ മതി ഗവൺമെന്റ്. Then KIA must have an inventory list of all members. നമുക്ക് നമ്മുടെ ഇൻവെന്ററിയുടെ ഒരു ലിസ്റ്റ് KIAയിൽ ഉണ്ടായിരിക്കണം. എത്ര ഹോർഡിങ് ഇപ്പൊ ഈ 50% കുറഞ്ഞു കഴിഞ്ഞാൽ KIAയിൽ ഉണ്ടായിരിക്കണം. ഒരെണ്ണം അധികം കയറി കഴിഞ്ഞാൽ വി മെമ്പേഴ്സ് വിൽ ഹാവ് ടു ഇൻഫോം KIA നമ്മൾ അറിയിക്കേണ്ട ഡ്യൂട്ടി നമ്മുടേതാണ്. ഒരു പുതിയ ഹോർഡിങ് വരികയാണെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ
KEയുടെ ആൾക്കാർ പോയി തടയുന്നതിനെക്കാട്ടും നല്ലത് അത് ഗവൺമെന്റിന്റെ ഓർഡർ കൊണ്ട് തടയുന്നതാണ് നല്ലത്. KE must publish a web portal with the members site to get more outside business, so that everybody will come to know that KEക്ക് ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സിന് ഇത്രയും സൈറ്റ് ഉണ്ട്. വേറെ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നടക്കില്ല, അതിനെ ഓർഡർ കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. KE must act as a catalyst for the betterment of all members. KEക്ക് ഒരുപാട് റോൾ ഉണ്ടായി വരും. അത് the KE must act as a catalyst for the betterment of all members. Now, the role of government. The government should regulate the size, type and shape of the state sites in Kerala. കേരളത്തിലുള്ള അത് ഗവൺമെന്റിന്റെ നമ്മുടെ എങ്ങനെയാണോ നമ്മൾ പ്രപ്പോസൽ കൊടുക്കുന്നത്, നമ്മൾ കോർട്ടിനെ എങ്ങനെയാണോ ഇത് ധരിപ്പിക്കാൻ പോകുന്നത്, അതനുസരിച്ച് ഗവൺമെന്റ് മെഷീനറി അത് വർക്ക്ഔട്ട് ചെയ്യണം. അവരെ കൊണ്ട് അത് ചെയ്യിച്ചേ പറ്റത്തുള്ളൂ. യൂണിഫോം ടാക്സ്, കാരണം നമ്മൾ പരസ്യം കൂട്ടാനോ കോഡിങ് കൂട്ടാനോ എണ്ണം കൂട്ടാനോ അല്ല പറയുന്നത്, നമ്മൾ അത് ക്ലട്ടർ കുറയ്ക്കാനും സ്റ്റാൻഡർഡൈസേഷനുമാണ് നമ്മൾ പറയുന്നത്. യൂണിഫോം ടാക്സസ് ആസ് പെർ ദി കാറ്റഗറി ഓഫ് കോർപ്പറേഷൻ പഞ്ചായത്ത്. ഇവിടെ ഓരോ പഞ്ചായത്തിന് ലെറ്റർ അയക്കും, ഞാൻ നാളെ മുതൽ നമ്മുടെ റേറ്റ് ഇത്രയാണ്. അത് മാറണം. അങ്ങനെയല്ല, യൂണിഫോം ടാക്സ് ഉണ്ടാവണം. ഒരു കാറ്റഗറിയുള്ള ഒരു കോർപ്പറേഷന്, ഒരു കാറ്റഗറിയുള്ള പഞ്ചായത്തിന് അത് ഗവൺമെന്റിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെർമിറ്റ് ഇന്നോവേഷൻ ആണ് OS മീഡിയ. OS മീഡിയയിൽ പെർമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്നോവേഷൻ ചെയ്യാനുള്ള പല കാര്യങ്ങളും പല ആൾക്കാർക്കും ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, അതിന് ചെലവാക്കാൻ ആളുണ്ട്, പക്ഷെ അതിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പെർമിറ്റ് വാല്യൂ അഡീഷൻ ഓഫ് OS മീഡിയ. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് റൂൾസ് ഫോർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ടാക്സ് കളക്ഷൻ ആൻഡ് പേയ്മെന്റ്സ്. പെർമിറ്റ് ഡിജിറ്റൽ OS മീഡിയ ഇൻ കേരള. ഇവിടെ LED ഡിജിറ്റൽ ഡിസ്പ്ലേ സമ്മതിക്കുന്നില്ല. ഭാവിയിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ദ സിംഗിൾ വിൻഡോ പെർമിറ്റ് അപ്രൂവൽ സിസ്റ്റം ആൾ ഓവർ കേരള. ഇതൊക്കെയാണ് ഗവൺമെന്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കേണ്ടത്. നൗ എക്സ്ക്യൂസ് മീ, നമ്മൾ വേറെ ലെവലിലേക്ക് പോവുക. മോർ ഡിജിറ്റൽ OS മീഡിയ. റിലയൻസ് എന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ജിയോ ഡിജിറ്റൽ ലൈഫ്. അതിന് ജിയോ ഉദ്ദേശിക്കുന്നത് ജിയോയുടെ ഡിജിറ്റൽ ലൈഫ് ആണെന്നോ, അതോ ലൈഫ് എന്ന് പറഞ്ഞാൽ ജിയോയുടെ ഡിജിറ്റൽ ആണെന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും അതിന് ഒരുപാട് അർത്ഥമുണ്ട്. എങ്ങനെ ആയാലും അടുത്ത ജീവിതം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആണ്. ഇറ്റ് ഈസ് ടൈം വെൻ ടെക്നോളജി ഈസ് ഗോയിങ് ടു ട്രാൻസ്ഫോം ഓൾഡ് ബിസിനസ്സസ് ആൻഡ് ഗിവ് ലൈഫ് ടു ന്യൂ ഇന്നോവേഷൻസ്, creating a world which is more digital and connected than ever before. ജിയോ മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള പലവ്യഞ്ജനക്കട ആ ആപ്പിൽ കയറി കഴിഞ്ഞു, മെഡിക്കൽ സ്റ്റോർ ആപ്പിൽ കയറി കഴിഞ്ഞു, ടെക്സ്റ്റൈൽ സ്റ്റോറിൽ കയറി കഴിഞ്ഞു. അത് വളരെ ഫലപ്രദമായിട്ട് 4 സ്ഥലങ്ങളിൽ ടെസ്റ്റ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കൊച്ചിയിൽ പോലും അതുണ്ട്. ഇവിടുത്തെ റിലയൻസ് ഷോറൂമാണ് അതിനകത്തുള്ളത്. സോ ഡിജിറ്റലിലോട്ട് വേറും പലവ്യഞ്ജനക്കടക്കാരെ, മെഡിക്കൽ സ്റ്റോറുകാർ മാറുകയാണ്. സോ നമ്മളും മാറാനുള്ള ധൈര്യം കാണിക്കണം, അല്ലാതെ പറ്റില്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് ഡിജിറ്റൽ മീഡിയ ഇൻ വാൾഡ് ഗാർഡൻസ് സച്ച് ആസ് എയർപോർട്ട്സ്, മാൾസ്, മെട്രോ ആൻഡ് സിനിമാസ്. ദി റെഗുലേഷൻസ് ഫോർബിഡ് മീഡിയ ഓണേഴ്സ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഔട്ട് ഓഫ് ഹോം ഫോർമാറ്റ്. നമുക്ക് നമ്മുടെ റെഗുലേഷൻസ് ആണ് നമ്മുടെ OS-നെ ഡിജിറ്റലിലേക്ക് മാറ്റാനുള്ള പ്രശ്നം, കുഴപ്പമുള്ളത്. ദ ഗവൺമെന്റ് റിലാക്സേഷൻ ഓഫ് നോംസ് ഓൺ ഡിജിറ്റൽ OS ഫ്രണ്ട് ഈസ് റിക്വയർഡ് ടു പ്രൊപ്പൽ ദിസ് ഇൻഡസ്ട്രി ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഇതിൽ ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് DOH കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഡിജിറ്റൽ OS-ൽ നമുക്ക് കൂടുതൽ സാധ്യതകൾ, ഒരു കോഡിങ്ങിൽ തന്നെ നമുക്ക് അതിനകത്ത് വരുമാനം കൂട്ടാൻ പറ്റും. ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റ് ഇപ്പം കുറവാണ്, വളരെ കുറവായിട്ടുണ്ട്, മാറി വരുന്നുണ്ട്. Now, DOH is a big opportunity. Digital OS is നമ്മൾ LDO അങ്ങനെയുള്ളത് വളരെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഒരുപാട് ലോ ഇൻവെസ്റ്റ്മെന്റ് ലെവലിൽ നമ്മൾ അതർ ഫാക്ടേഴ്സ്, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ എല്ലാം മാറി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അത് ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കും. The OS industry needs to adopt practices which are paving the way forward for the mainland media such as television and digital. ടെലിവിഷനും ഡിജിറ്റലും ഇന്ന് പല രീതികളിലും ഇൻവെസ്റ്റ് ചെയ്ത് പല രീതിയിലും മാറുന്നു. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി മാറിയില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇനി കൺവിൻസ് ഗവൺമെന്റ് ഫോർ ഡിജിറ്റൽ OS. നമ്മൾ ഡിജിറ്റൽ OS-നെ ഗവൺമെന്റുമായിട്ട് കൺവിൻസ് ചെയ്യുക. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. വിത്ത് ലോക്ക്ഡൌൺ ഇൻ പ്ലേസ് ദി മോസ്റ്റ് പാർട്സ് ഓഫ് ദി കൺട്രി, ഇൻഡസ്ട്രി എക്സ്പെർട്സ് സേ ഇറ്റ് ഈസ് ടൈം ടു റീഇവാലുവേറ്റ് ദി OS മീഡിയം. നമ്മൾ
നമ്മുടെ OH മീഡിയത്തിൽ എത്ര എണ്ണം ഉണ്ടോ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം കൂട്ടാം, അതാണ് DOH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നെഗോഷിയേറ്റ് വിത്ത് ഗവൺമെന്റ് ഫോർ EOH platform. DOH is likely to emerge as the biggest disruptor and will help the OH advertising community in time like COVID-19. തീർച്ചയായിട്ടും അകത്തിരുന്ന് TV കാണുന്നവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ ഒരു അനുഭൂതിയും ഒരു പുറത്തിറങ്ങി ഒരു ഹോർഡിങ്ങിന്റെ അകത്ത് കാണുന്ന ഒരു ഡിജിറ്റൽ OHൽ കാണുന്ന അത് നമുക്ക് അവിടെ ഒരു പരിധി വരെയെങ്കിലും നമുക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. വൺസ് കൺസ്യൂമർ sentiments stabilize, it would have an edge in terms of reaching the right audience at the right locations. Now, increase revenue by value addition. ഇതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ 50% ഇൻവെന്ററി വെച്ച് നമുക്ക് റവന്യൂ കൂട്ടണം. അതിന് വാല്യൂ അഡീഷൻ ചെയ്തേ ഒക്കത്തുള്ളൂ. സോ വാട്ട് ആർ മേബി ഇൻഡസ്ട്രി ഇൻവെന്ററി നമുക്കുണ്ടോ, ആ ഇൻവെന്ററിയെ നമ്മൾ ഇന്നോവേഷൻ ആഡ് ചെയ്യുക, വാല്യൂ അഡീഷൻ ചെയ്യുക. ഐഡിയാസ് നമ്മൾ ഉപയോഗിക്കണം, ഇന്റലിജൻസ് ഉപയോഗിക്കണം, സൊല്യൂഷൻസ് ഉപയോഗിക്കണം, ഇൻസ്പിറേഷൻസ്, ക്രിയേറ്റിവിറ്റി, വിഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. നൗ ഹാപ്പി ക്ലയൻസ് ആൻഡ് മോർ ബിസിനസ്. ഇവിടെ നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത് മോർ ബിസിനസ്. ഹാപ്പി ക്ലയൻസ്, എ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഇസ് ദ ബെസ്റ്റ് ബിസിനസ് സ്ട്രാറ്റജി ഓഫ് ആൾ. അത് ഇൻ ടേൺ ഹാപ്പി കോർപ്പറേഷൻ, ഹാപ്പി പഞ്ചായത്ത്, ഹാപ്പി ഗവൺമെന്റ്, എല്ലാവർക്കും ഒരു സന്തോഷമായ ഒരു മോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഒരു 2 കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഒരു ട്രാവൽ, ആസ് വി നോ ഇറ്റ് ഇൻ ജാനുവരി ഈസ് നെവർ കമ്മിങ് ബാക്ക്. എയർബിഎൻബിയുടെ ഓണർ പറഞ്ഞ വേർഡുകളാണ്. ദാറ്റ് ഈസ് കൊറോണ വൈറസ് ഫോൾ ഔട്ട് ആൻഡ് സെയിൽസ് ബുക്കിംഗ്സ് പ്ലഞ്ച്ഡ് 80% in 6 weeks. ഇത് എയർബിഎൻബി ലോകത്തെല്ലടും ഉപയോഗിക്കുന്ന ഒരു അക്കോമഡേഷൻ ഔട്ട്സോഴ്സിംഗ് കമ്പനിയാണ്. അവരുടെ 80% ബിസിനസ് 6 weeks കൊണ്ട് തീർന്നു. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ കുറച്ച് ദിവസത്തിന് മുമ്പ് പത്രത്തിൽ വന്നതാണ്. ഈ ആർട്ടിക്കിൾ ഞാൻ കാണിക്കാൻ കാരണം അവരുടെ 80% ബിസിനസ് പോയി. പക്ഷെ അയാൾക്ക് ഒരിക്കലും ഈ ബിസിനസ് ഇതുപോലെ തിരിച്ചു വരുമെന്ന് ഒരു വിശ്വാസവും ഇല്ല. അയാൾ കൃത്യമായി പറയുന്നു. ഇത് എല്ലാവർക്കും തരുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ കൃത്യമായി പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ ബിസിനസ് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതേ ബിസിനസ് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മളിവിടെ അയാള് റൂം പല ഓണേഴ്സിന്റെ കയ്യിൽ നിന്നും വാടകയ്ക്കെടുത്ത് ബുക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം ഇന്ന് 80% ബിസിനസ് പോയി. നമ്മുടെ അതേ സ്ഥിതിയാണ് നമ്മളും കോഡിങ് എടുത്തിട്ടിട്ട് കസ്റ്റമേഴ്സ് വരുന്നോ ക്ലയന്റ് വരുന്നോ എന്ന് നോക്കിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഇവരെ പോലുള്ള ഏറ്റവും വലിയ ക്ലയന്റുകൾ, ഏറ്റവും വലിയ കമ്പനികൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു നാടൻ കമ്പനിയിലേക്ക് വരാം. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഓയോ. ഹൃദേശ് അഗർവാൾ പറയുന്നത് അവരുടെ ബിസിനസ് 65% ഓക്യുപ്പൻസി കുറഞ്ഞു എന്നുള്ളതാണ്. ഓയോ എന്ന് പറയുന്നത് ഹോട്ടലിന്റെ റൂമുകളാണ്. ഇത് അതുപോലെ തന്നെയാണ്, നമ്മുടെ ബിസിനസ് പോലെ തന്നെയാണ്, ഹോർഡിങ്ങിന്റെ ബിസിനസ് പോലെ തന്നെയാണ്. ആ ഹോട്ടൽ ബിസിനസിന്റെയും അവരുടെ 65% ഓക്യുപ്പൻസി പുറത്തു വന്നിരിക്കുകയാണ്. ഹൃദേശ് എങ്ങനെ അമേരിക്കയിൽ അത് മാനേജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റൂമുകളെല്ലാം നേരത്തെ എടുത്തുപോയി, ആരും ബുക്ക് ചെയ്യാനില്ല. അത് അമേരിക്കയിൽ അയാൾ ചെയ്തത് അവിടുത്തെ ഡോക്ടേഴ്സിനെ, അമേരിക്കൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള മെഡിക്കൽ സ്റ്റാഫിനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് താമസിക്കാനുള്ള ഫ്രീ സൗകര്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം കാശ് കൊടുത്തുപോയി. ആ കാശ് എവിടം വരെ കാശ് കൊടുത്തിട്ടുണ്ടോ ആ കാശ് കൊടുത്ത ദിവസം വരെയെങ്കിലും ആ റൂമുകൾ അയാൾക്ക് വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അത് ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് കൊടുത്താണ് അറ്റ്ലീസ്റ്റ് അയാളുടെ മനസമാധാനമെങ്കിലും കിട്ടിയത്. സോ ഇതേ സിറ്റുവേഷൻ ആണ് നമ്മുടെയും സ്ഥിതി, OH സ്ഥിതി, ഔട്ട്ഡോറിന്റെ സ്ഥിതി അത് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഇത് കയ്യിൽ വരാൻ നേരത്ത് വായിക്കാനുള്ള ഒരു അവസരം കിട്ടും. Now, dear friends, an epic failure is far better than moderate success. ഇത് സമാധാനമായിട്ടൊന്ന് വായിക്കുക. ഞാനൊരു ഐഡിയ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പം എന്റെ ഈ പ്രസന്റേഷൻ തീർന്ന ഉടനെ പറയാൻ പോണത് താങ്ക് യു ജെസി പറഞ്ഞ ഐഡിയ കൊള്ളാം. The idea is good, but it is impractical. Only mean that they are not ready to change their existing set of biases and habits for it. സാറേ തല്ലിക്കോ, ഞാൻ മാറത്തില്ല,
എന്നായിരിക്കും ഇതിൽ പലരും പറയാൻ പോകുന്നത്. ബട്ട് ഫ്രണ്ട്സ്, ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദേ ഡു നോട്ട് മീൻ എനിത്തിങ് എൽസ്. സാറേ തല്ലിക്കോ, ഞാൻ നന്നാവൂല എന്ന് വിചാരിക്കുകയാണെങ്കിൽ സോറി. സോ ചിൽ, യു ഗോ അഹെഡ് വിത്ത് ദി ഐഡിയ. The consensus is the enemy of innovation. My dear friends, if you think, if you want to take everybody's consensus, please, that is not going to happen. That is the enemy of innovation. If you want to do any innovation, if you want to change, if you want to do anything but separate, so go ahead and do it. So chill out, go ahead and do it. That is why I said an epic failure is far better than moderate success. ഇത് നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലത്തും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്. നാം താങ്ക് യു വെരി മച്ച്. ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വളരെ നന്ദിയുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം